സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിക്ഷേപം ട്രഷറിയിലേക്ക് മാറ്റണമെന്ന് വീണ്ടും സർക്കാർ നിർദ്ദേശം. വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയാണ് ഈ നിർദ്ദേശം നൽകിയത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ 3000 കോടി ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണം എന്ന ഒരാവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എക്സ്കേൻ. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും മറ്റ് ബാങ്കുകളിൽ, അതായത് ട്രഷറി ഒഴികെയുള്ള മറ്റ് ബാങ്കുകളിലെ നിക്ഷേപങ്ങളെല്ലാം ട്രഷറിയിലേക്ക് മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. 2 തവണ സർക്കുലറും ഇറക്കി. അപ്പോഴും പൂർണ്ണമായി നടപ്പായില്ല. ഇപ്പോഴും ധനവകുപ്പിന്റെ പരിശോധനയിൽ 3000 കോടിയോളം രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയുമായും ഇപ്പോഴും മറ്റു ബാങ്കുകളിലുണ്ട്. അതും ഉടൻ മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഏകദേശം 3000 കോടിയോളമാണ് ഈ തുക. പക്ഷേ ഇത് കൃത്യമായി മാറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ധനവകുപ്പ് സെക്രട്ടറിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ആശങ്ക പലപ്പോഴും ട്രഷറികളിൽ നിയന്ത്രണങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ആ നിയന്ത്രണങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പാക്കി കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമോ എന്നൊരു സംശയവും ഒരു ആശങ്കയുമെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായി ഈ തുക ട്രഷറിയിലേക്ക് ഇപ്പോഴും മാറ്റാത്തത് എന്നാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന വിശദീകരണം. SKN. ഓക്കെ, താങ്ക് യു.